ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് ആർക്കറിയില്ല. എന്റെ വീട്ടിൽ എന്റെ അമ്മക്ക് തന്നെ അറിയില്ല, ഞാൻ ആർക്കും കാണിക്കാറില്ല. അങ്ങനെ പല ആൾക്കാരുണ്ട്, പല ആൾക്കാരും ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഒരാളോടും പറയൂല. പറഞ്ഞാല് അവരെ അഭിപ്രായം അവരിനെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു വിഷമിക്കുമ്പോ അല്ലെങ്കിൽ അവര് കുറെ അതാ ചെയ്യൂ ഇത് ചെയ്യൂ അങ്ങനെ പറഞ്ഞ് നമുക്കൊരു വിഷമാണ്. അത് ചെയ്തിട്ട് എല്ലാം ചെയ്യാൻ എനിക്ക് പറ്റൂല. അതുകൊണ്ട് ഞാൻ ആരോട് പറയാനില്ല എന്റെ വിഷമം. ഞാൻ 2019 തുടങ്ങിയത് ദിശന്റെ. അപ്പോ 1 മാസം കൊണ്ട് തന്നെ എനിക്ക് എന്റെ കാലിന്റെ അസുഖം മാറി കിട്ടി. 1 മാസം ഈ ട്രീറ്റ്മെന്റ് കഴിയുന്നതോടെ എന്റെ അസുഖം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് മാറി. പിന്നെ അതിന്റെ ഞാൻ പറഞ്ഞു 1 മാസം ചെയ്താൽ മതിയോ? അപ്പൊ ദിശ പറഞ്ഞ് അല്ല, അതിന്റെ കുറച്ച് അംശം ഉണ്ടാവും തടിന്റെ ഉള്ളില്. അപ്പോ അതുകൊണ്ട് അതും കൂടി പോവാന് പിന്നെ ഒരു പ്രാവശ്യം കൂടി ഒരു 2-3 പ്രാവശ്യം കുറച്ച് ദിവസം ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം, പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം അങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ അതിന്റെ അത് വന്നിട്ടേ ഇല്ല. ആ അലർജി കലയില്ല, നല്ല ക്ലീൻ ആയി. മുമ്പേ പാമ്പിന്റെ തോല് പോലെ ഉണ്ടായിരുന്നു എന്റെ കാലിന്റെ സ്കിന്നില്. എന്നാലും ഇപ്പൊ നല്ല നൈസായിട്ട് നല്ല കളറും ഉണ്ട്. അത് കാലിന്റെ മാത്രമല്ല, സുജാതക്കനെ ഞാൻ ഫസ്റ്റ് സുജാതക്കനെ കാണുന്ന സമയത്ത് ഇവിടെയൊക്കെ കുറച്ച് നല്ലൊരു ചെറിയൊരു ഡാർക്ക് കളർ ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് കളർ. പക്ഷെ ഇപ്പൊ നോക്ക് സുജാതക്കന്റെ മുഖത്ത് അങ്ങനെ ഒരു അതുമില്ല. പിന്നെ പൊള്ളിയ കാല്, പണ്ട് ചെറുപ്പത്തിൽ എന്റെ കാല് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാലിന്റെ ആ പൊള്ളിയ സ്ഥലത്ത് സ്കിൻ ഇല്ലായിരുന്നു. ഇപ്പൊ പകുതി സ്കിന്ന് വന്നിട്ടായി. സ്കിന്നിന്റെ വളർച്ചയുണ്ടെന്ന് തോന്നുന്നു ഇതില്. സ്കിന്ന് വളരുന്നു. മുടിയും വന്നിരുന്നു. മുടി പണ്ട് എനിക്ക് SLC PUC ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം പോയിട്ട് ഇപ്പൊ ഇവളെ ട്രീറ്റ്മെന്റ് ആക്കിയപ്പോ മുമ്പത്തെ അത്ര തന്നെ മുടി വന്നിട്ടുണ്ട്.